ഹായ് ഓൾ, ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ്. ഇന്ന് എണീറ്റപ്പോൾ ഒരല്പം ലേറ്റായി നേരെ കിച്ചണിൽ വന്ന് ദോശക്കല്ലെടുത്ത് തീ കൊളുത്തി. അത് ചൂടാവുന്ന സമയം കൊണ്ട് മാവിൽ അല്പം ഉപ്പിട്ട് നന്നായിട്ട് കലക്കി വെക്കാം. രാത്രി ഞാൻ മാവെടുത്ത് വെളിയിൽ വെച്ചിരുന്നു. കല്ലിൽ അല്പം ഓയിൽ സ്പ്രേ ചെയ്ത് ഇത്തിരി വെള്ളവും കൂടെ തളിച്ച് ടിഷ്യൂ വെച്ച് നന്നായിട്ട് തുടച്ചിട്ട് ദോശമാവ് ഒഴിക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കാണ്ട് നല്ല അടിപൊളി ദോശ കിട്ടും. ഇനി ദോശയുടെ മീതെ ഇത്തിരി നെയ്യ് തൂവാം. വിച്ചു ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അവര് രേവതിയുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയാണ്. നടുക്ക് ഋതുവിരിപ്പുണ്ട് കേട്ടോ. അതാണ് ഹെൽമെറ്റ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഇവിടെ വാവയുടെ ചോറൂണ് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് ചോറ് കൊടുക്കാനുള്ള പ്ലാനാണ്. വിച്ചു ആരാന്ന് ചോദിച്ചാൽ കൊച്ചുവപ്പയുടെ കൂടെ കേബിളിന്റെ പരിപാടിക്കായിട്ട് 10-12 വർഷമായിട്ട് അവനുണ്ട്. ഇപ്പോൾ ഹീസ് പാർട്ട് ഓഫ് അവർ ഫാമിലി. എണീറ്റപ്പോഴേ വൈകിയതുകൊണ്ട് ഇന്നിപ്പോൾ പൊടി ദോശയുടെ പരിപാടിക്കൊന്നും നിന്നില്ല. ദോശ വലുതായിട്ട് തന്നെ അങ്ങ് ചുട്ടെടുത്തു. ഒരു 3 തവണ ആയപ്പോഴേക്ക് ദോശമാവും തീർന്നു. ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിനുള്ള ദോശയും ഒക്കെ ആയിരുന്നു. ദോശ ചുടുന്ന ഗ്യാപ്പിൽ ഫ്രിഡ്ജിലിരുന്ന തേങ്ങ എടുത്ത് ഞാൻ ഇതുപോലെ ചീകിയെടുത്തു. തിരുകാനായിട്ട് നല്ല മടിയാ. തേങ്ങ തിരുകാനുള്ള എൻ്റെ മടി മാറ്റാനായിട്ട് ഞാനൊരു പുതിയ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉടനെ വരും. ഇപ്പം നിങ്ങൾ ഓർക്കും കോക്കനട്ട് സ്ക്രേപ്പർ ആണെന്ന്. ഇല്ല, ആ സാധനത്തോട് എനിക്ക് താല്പര്യമില്ല. ഇത് കൈൻഡ് ഓഫ് എ ചിരവ തന്നെയാണ്. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പച്ചക്കറി തോട്ടത്തു നിന്നൊരു കാന്താരിയും പിച്ചി 2 ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞെടുത്തു. വെള്ള ചമ്മന്തി ഉണ്ടാക്കാന്ന് കരുതി. ലാസ്റ്റ് ബാക്കി ഉണ്ടായിരുന്ന മാവെല്ലാം കൂടെ ഒരൊറ്റ ദോശയായിട്ട് അങ്ങോട്ട് ചുട്ടെടുത്തു. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് തിരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അമ്മ ഇന്നലെ രാത്രി രസം ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ലഞ്ചിന് ചിക്കൻ ഫ്രൈ വേണം. ഇപ്പൊ വറുത്താൽ അവന്മാർക്ക് സ്കൂളിലേക്ക് ഓരോ പീസ് കൊടുത്തു വിടാമല്ലോ. കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ചമ്മന്തി അങ്ങ് കാച്ചിയെടുത്തു. വറ്റൽമുളക് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൊടുത്തു വിട്ടാലും എടുത്ത് മാറ്റത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ മെനക്കെടാൻ നിന്നില്ല. ചമ്മന്തി നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ഇവിടുന്ന് തന്നെ അങ്ങ് പകർന്നെടുത്തു. ഇനി 3 ദോശ കുക്കുവിനും 2 ദോശ നിലുവിനുമായിട്ട് വെക്കാം. കാടമുട്ട 4 എണ്ണം ഞാൻ പുഴുങ്ങി എടുത്തിരുന്നു. എക്സ്ട്രീമറിൽ വെച്ചിട്ട് 2 കാടമുട്ട വീതം പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓരോ പീസും കൂടെ വെച്ച് ലഞ്ച് ബോക്സ് അടച്ചു. വൈകുന്നേരങ്ങളിൽ മഴയും തണുപ്പും ഒക്കെ കൂടുന്നതുകൊണ്ടാണോ ഒന്നും ചെയ്യാനായിട്ട് ഒരു ഉത്സാഹമില്ല. ഓറഞ്ചൊക്കെ പൊളിച്ചു വെക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. 2 പേർക്കും ചോക്കോ ചിപ്പ് കുക്കീസും പിന്നെ ഓറഞ്ചും ഗ്രേപ്സും വെച്ചു. പിന്നെ നട്ട്സും. എന്നിട്ട് ഒരു പ്ലേറ്റിൽ തന്നെ 2 പേർക്കും കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങ് എടുത്തു. ഒരു 3 ദോശ ആദ്യം എടുക്കാം. പിന്നെ നല്ല പോളിംഗ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരെണ്ണം കൂടെ എടുക്കാമല്ലോ. ദോശയും ചട്നിയും നല്ല ചൂടോടെ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് ഞാൻ മേളിൽ പോയി ഈ കഥാപാത്രങ്ങളെയൊക്കെ എടുത്തിട്ട് വന്നു. നില ഇട്ടേക്കുന്നത് എൻ്റെ ഒരു ടീഷർട്ടാണ് കേട്ടോ. കുക്കുവിന് ഇന്നലെ രാത്രി തൊട്ട് ചെറിയൊരു കോൾഡ് ഉണ്ട്. കുറച്ച് ചൂടുവെള്ളം കുപ്പിയിലാക്കി മരുന്നും കൊടുത്ത് അവനെ വിട്ടു. ആ വെള്ളത്തിൽ ചവിട്ടാനാണ് ചാടിത്തുള്ളി പോയത്. അതാണ് ഞാൻ പിടിച്ചു മാറ്റിയത്. പാടിയിലെ മോഡിഫിക്കേഷൻ വർക്കൊക്കെ പുരോഗമിക്കുകയാണ്. ഇതെൻ്റെ അപ്പൻ്റെ ഓട്ടോയാണ് കേട്ടോ. വീട്ടിലേക്ക് എത്തേണ്ട സമയത്ത് ആളെ കാണാണ്ട് നോക്കിയപ്പോൾ ദേ ഇവിടെ ഒതുക്കിപ്പറക്കല്ല. പിന്നെ നമ്മുടെ ഷിബുവും താമസം ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടിലേക്കും ചാനലിന്റെ ഫ്രെയിമിലേക്കും ഇനി എത്താൻ ബാക്കിയുണ്ടായിരുന്നത് ഇവൻ മാത്രമാണ്. അബി, ബിനീഷ് എന്നാണ് പേര്. കണ്ണനും ഷാബിനും ഇവനും കൂടെ 3 കയ്യക്ഷരത്തിൽ 3 നോട്ട്ബുക്കിൽ ഞാൻ റെക്കോർഡ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചാനലും ഇൻസ്റ്റഗ്രാമും ഒക്കെ ബായ് ദേ ഇവന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.